ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ഒരു കാര്യമാണല്ലേ ഉപദേശങ്ങൾ. അതെവിടെയും കിട്ടും. അപ്പം ഞാനും അങ്ങനെയാണ് പറയണതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പലപ്പോഴും മറ്റുള്ളവരുടെ ബന്ധങ്ങളിലേക്ക് നമ്മൾ കയറി കൊടുക്കുന്ന ചില കാര്യങ്ങൾ അത് അപകടമാവും. അത് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളും പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലപ്പോഴും എടാ അവളിങ്ങനെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ. നീ അത് സൂക്ഷിച്ചോട്ടോ. പണ്ട് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറിയത്. അത് കാരണം കൊണ്ട് നീ സൂക്ഷിച്ചോട്ടോ. അത് നിനക്കെന്തോ പണി വരുന്നുണ്ടടാ. നീ സൂക്ഷിച്ചോ. ഇങ്ങനെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. പണ്ടൊരു തന്നെ എനിക്ക് ഇങ്ങനെയായിരുന്നു എനിക്കൊരു തേപ്പ് കിട്ടിയത് അവൻ്റെ അടുത്ത് നിന്ന്. ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചിട്ട് ബെറ്റർ ആക്കാൻ വേണ്ടി സൗഹൃദങ്ങൾക്ക് റിലേഷൻസ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവർ കയറി കിടക്കുന്ന ഈ ഉപദേശങ്ങൾ കൊണ്ടാവും. നമുക്ക് മറ്റൊരാളെ അളക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ആവണമെന്നില്ല അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്നുള്ളതിനെ അംഗീകരിക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. കേട്ടിരിക്കാനുള്ള ഒരാളാവുക എന്നുള്ളതാണ് ഇവിടേക്ക് ഏറ്റവും വലിയൊരു